നിങ്ങൾക്ക് സ്ഥലം ആക്കാനൊന്നറിയില്ല. ഇതൊക്കെ വലിയ മോശമാണ് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങോട്ട് വരുമ്പോഴേ ആ ബ്രിഡ്ജിന്റെ അടുത്ത് കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും സ്വറടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കടലൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ. അതിന്റെ തീ മാറ്റിയില്ലേ? കാരണം എന്താ മജാന്നല്ലേ. എന്നാ പിന്നെ കഥ ഒരു ലവ് സ്റ്റോറി ആയിക്കോട്ടെ. നമുക്ക് തുടങ്ങല്ലേ. പണ്ട് അതിക്കും പണ്ട് ഒരു പറഞ്ഞ ഒരു സ്വാബി ഉണ്ടായിരുന്നു. മൂപ്പർക്കാണെങ്കിൽ ഭയങ്കര ചൊർക്കും. മൂപ്പർക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിക്ക് മൂപ്പരോട് പ്രവേശിച്ച അവിടെ ഫുള്ള് പെണ്ണുങ്ങളോട് നിറയും. കാരണം എന്താ? ഒളിഞ്ഞോക്കാനേ. ഇങ്ങനെ ഇരിക്കാണ് മക്കൾക്ക് മദീനയിൽ സമ്പന്നനായ ഒരു മോൾ ഉണ്ടായിരുന്നു. ഓൾക്കാണെങ്കിൽ പൊരും ഗ്ലാമറ്. ഓള് കെട്ടാനായി നൂറുകണക്കിന് ആൾക്കാര് ലോഡ് കണക്കിന് മാറുകൊണ്ട് വന്നു. പക്ഷെ ഓൾക്ക് ആരെയും പറ്റുന്നില്ല. ഓള് മാനസ കൊട്ടാരത്തില് ഒരു മൊഞ്ചുണ്ടായിരുന്നു. ആരാ? നമ്മുടെ പതിനാലും. ഇത് കേട്ട് ഞാൻ കുറേ ചിരിച്ചു. നിങ്ങൾക്ക് ചെറിയുണ്ടോ? എങ്ങനെ ചെറിയ നിങ്ങൾക്ക് വല്ല മനസ്സിലാവണ്ടേ? അങ്ങനെ സഫറായി. ആദ്യത്തെ സ്ഥലത്ത് തന്നെ പതിനാലും തമ്പട്ടി. അപ്പോൾ പതിനാലിന്റെ തമ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഓളും തമ്പട്ടി. അന്ന് രാത്രി പതിനാലിന്റെ തമ്പിലേക്ക് ഓളൊരു വരവാണ്ട് വന്നു. ടിം 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 ടിം. ആരാ? ഞാനാ, നിങ്ങള് സ്വന്തം ലൈല. എനിക്ക് നിങ്ങളെ പൊരുത്തി ഇഷ്ടാണ്. ഇത് പോയിക്കോന്ന് പറഞ്ഞതോ പതിനാലിനോട് ഞങ്ങൾക്ക് ഒരു പണി തരണ്ടെന്ന് പറഞ്ഞാണ്ട് ഓൾ ഇറങ്ങിയാണ് പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സുൽത്താന്റെ ഭാര്യന്റെ മാല കാണല്ലേ. എല്ലായിടത്തും തപ്പി. പക്ഷെ ഓടില്ല. ഇനി ബാക്കിയുള്ളത് നമ്മുടെ പതിലുണ്ട് തമ്പാണ്. പതിലൂന്ന് സംശയിച്ചിട്ട് കാര്യമില്ല. പതിലുണ്ട് തമ്പിലുണ്ടാവില്ല. എന്നാലും തപ്പിയൊക്കെ എന്ന് പറയാണ്ട് ഫതിലിന്റെ തമ്പ് തപ്പിയൊക്കെ. സുബ്ഹാനല്ലാഹ്, ഫതിലിന്റെ പെട്ടിയിലതാ സുൽത്താന്റെ ഭാര്യന്റെ മാല. ഇമ്പടെ സുബി എന്നും പറഞ്ഞാണ്ട് എല്ലാവരും അവനെ കളിയാക്കി. അന്ന് രാത്രി തന്നെ നമ്മുടെ ലൈലാന്റെ തമ്പുന്നൊരു നിലവിളി. ഓടി വരികയെ. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ലൈല നിവസ്ത്രീയായി അവിടെ കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഉമ്മയുടെ ഫതിലുണ്ട്. അന്നത്തെ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹുവിനായിരുന്നു. ഈ കാര്യം തീരുമാനിക്കാനേ ഒരു അലി റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി. അലി റളിയല്ലാഹുവിന്റെ അടുത്ത് എത്തിയതും ആദ്യത്തെ ചോദ്യം, ലൈല, നീ പറഞ്ഞതൊക്കെ ശരിയാണോ? അതെ ഫതിൽ, നീ പറഞ്ഞതൊക്കെ ശരിയാണോ? ഇച്ചൊന്നും അറിയില്ല. പിന്നെ ചെങ്ങനെ ഫതിലിന്റെ തമ്പിലെത്തിയത് ലൈലന്റെ തമ്പിലെത്തിയത് അല്ലാഹു റസൂലു ആയില്ല. ഇത് രണ്ട് വൈക്കാല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലൈലിന്റെ അടിമയെ അലി റളിയല്ലാഹു വിളിച്ചു. ഓളാണെങ്കിൽ വരവറച്ചവിടെ നിൽക്കുന്നുണ്ട്. ഡി, സത്യം പറയടി, എന്താ ഉണ്ടായത്? യജമാനത്തി പറഞ്ഞതൊക്കെ കളവാണ്. ഒന്നാമത്തെ ദിവസം ഓൾ യജമാനത്തി ഫതിലുവിന്റെ തമ്പ് കയറി. രണ്ടാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഒരു പൊടി വന്നു. ഞാനത് ഫതിലുവിന്റെ മുഖത്തിട്ടു. ഇച്ചത്ര അറിയുള്ളൂ. ഇന്നൊന്നും ചെയ്യില്ലേ എന്ന് പറയാണ്ട് ഓളവിടുന്ന് പോയി. സത്യം മാത്രം വിജയിക്കുള്ളൂ. ഇതിപ്പോ ആകെ കുട്ടിച്ചോറായി. എനിക്ക് കുറേ പഠിക്കാനുണ്ട്. എന്നായിക്കോട്ടെ, ഞാൻ നിർത്താൻ കേട്ടോ. അസ്സലാമു അലൈക്കും.